പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം. നിലവിലെ ഹർജി കോടതിയിൽ പരാമർശിക്കണോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യം പരിശോധിക്കും. നിയമോപദേശം തേടിയ ശേഷമാകും അന്തിമ തീരുമാനം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ലീഗ് ഇന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. വി.എ. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്നും, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വി.എ. ഗിരീഷിലേക്ക്. ഗിരീഷ്, എന്താണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം? വേണു, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള നിയമപരിശോധന സംസ്ഥാന സർക്കാർ തുടങ്ങുകയും ചെയ്തു. നേരത്തെ തന്നെ സംസ്ഥാനം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു സ്യൂട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. 2020 ജനുവരിയിലാണ് ഇത്തരത്തിലൊരു സ്യൂട്ട് ഫയൽ ചെയ്തത്. ഈ കേസ് അല്ലെങ്കിൽ ഈ സ്യൂട്ട് സുപ്രീം കോടതിയിൽ പരാമർശിക്കണോ അതോ പുതിയ ഹർജി നൽകണമോ എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം അത്യാവശ്യമാണ്. നിയമോപദേശം സർക്കാർ ഇപ്പോൾ തേടിയിരിക്കുകയും ചെയ്യുന്നു. നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുക. ഏതായാലും പൗരത്വ ഭേദഗതി നിയമം ഒരു കാരണവശാലും സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള സംസ്ഥാനത്തിൻ്റെ നിലപാടും ഇതുതന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നേരത്തെ കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. മാത്രമല്ല, ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനവും കേരളമായിരുന്നു. ഇതിൽ കേരളം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് വിവേചനപരമാണ്. മാത്രമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ജനങ്ങളെ തരംതിരിക്കുന്നതിനും വേർതിരിക്കുന്നതിനും ഈ പൗരത്വ ഭേദഗതി നിയമം ഇടയാക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന രാഷ്ട്രീയമായ നിലപാട്, നയപരമായ നിലപാട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമപരമായ മാർഗങ്ങളിലൂടെ ഇതിനെ നേരിടാനുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. രാഷ്ട്രീയമായ പ്രക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ എതിർപ്പുകളുമൊക്കെ ഉയർത്തുമ്പോഴും നിയമത്തിൻ്റെ കൂടി വഴി തേടാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നതും. വേണു, ശരി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, എന്താണ് ലീഗിന്റെ തുടർന്നുള്ള നിയമ നടപടികളായി ആലോചിക്കുന്നത്? ആർ രാധാകൃഷ്ണനിലേക്ക് വരാൻ വി.എ. ഗിരീഷ് തുടരുന്നുണ്ട്. ഗിരീഷ്, ഇപ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പോരാട്ടം ഒപ്പം നിയമ പോരാട്ടം, അതിൻ്റെ സാധ്യതകളിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നാണോ കരുതേണ്ടത്? കൂടാതെ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഈ ചട്ടഭേദഗതി സ്റ്റേ ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ കേരളം ഉന്നയിക്കുമോ? വേണു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ നിയമപരമായും ഈ പൗരത്വ നിയമ ഭേദഗതിയെ നേരിടുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുള്ള പ്രാഥമികമായ ചർച്ചകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നേരത്തെ ഒരു സ്യൂട്ട് നൽകിയിട്ടുള്ളത് കൊണ്ട് പുതിയതായി ഇനിയൊരു സ്യൂട്ട് നൽകണമോ എന്നൊരു നിയമപ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം പുതിയതായി വീണ്ടും ഒരു കേസ് അല്ലെങ്കിൽ ഒരു സ്യൂട്ട് നൽകിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫലവത്താകും, കോടതിയിൽ നിലവിലുള്ള കേസിനെ ഇത് എത്രത്തോളം ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് നിയമപരമായ ചില ആശങ്കകളും ഉത്കണ്ഠകളുമുണ്ട്. സ്വാഭാവികമായും ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആദ്യം ലക്ഷ്യമിടുന്നത്. ഏതായാലും ഡൽഹിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി രാധാകൃഷ്ണൻ, എന്താണ് ലീഗിന്റെ തുടർന്നുള്ള നിയമപരമായ നീക്കങ്ങൾ? അല്പസമയത്തിനകം ലീഗ് അവരുടെ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ലീഗ് ഈ വിഷയത്തിൽ അതിലൊരു അപേക്ഷ സമർപ്പിക്കാനാണ് ഇപ്പോൾ ലീഗ് തയ്യാറെടുക്കുന്നത്. നിലവിൽ പ്രസിദ്ധീകരിച്ച ഈ ചട്ടങ്ങൾ അത് നടപ്പാക്കുന്നത് തടയണം എന്നുള്ള ആവശ്യമാണ് ലീഗ് ഉന്നയിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഈ അപേക്ഷ സമർപ്പിച്ച് കോടതിയുടെ ഇടപെടൽ ഉറപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. തകൃതിയായിട്ടുള്ള നിയമ നടപടികൾ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ആണ് ലീഗിന്റെ അഭിഭാഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശം ലഭിച്ചത്. അതിന് പിന്നാലെ തന്നെ ഈ നിയമ നടപടി അപേക്ഷ ഫയൽ ചെയ്യാനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് ഡൽഹിയുടെ പല സ്ഥലങ്ങളിലും പ്രതിഷേധ പരിപാടികളിലും സംഘടിപ്പിക്കാനായിട്ടുള്ള വിവിധ സംഘടനകളുടെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ലീഗിന്റെ ഹർജി ഉച്ചയ്ക്ക് മുമ്പേ ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ നടപടികൾ നടക്കുന്നത്. വേണം രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വി.എ. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. ഗിരീഷ്, ഈ പുതിയ വിജ്ഞാപനം അത് സ്റ്റേ ചെയ്യണം എന്ന സാധ്യതകളിലേക്ക് കൂടി സംസ്ഥാന സർക്കാരിൻ്റെ തുടർന്നുള്ള നിയമ നടപടികൾ എത്തുമോ?
വേണു, അതുതന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതും. ഈ വിജ്ഞാപനം സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ മരവിപ്പിക്കുക, അതോടൊപ്പം തന്നെ നേരത്തെയുള്ള കേസിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇക്കാര്യത്തിൽ തുടർ നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകരുത് എന്നാവശ്യപ്പെടുക. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നത്. അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കണം എന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സെൻസിറ്റീവായ ഒരു വിഷയത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ, പിന്നോക്ക വിഭാഗത്തിലുള്ളവരെ, ന്യൂനപക്ഷങ്ങളെയൊക്കെ ഇത്തരത്തിൽ വളരെയധികം ഗുരുതരമായി ബാധിക്കുന്ന ഒരു കാര്യം, അത് വളരെ പെട്ടെന്ന് യാതൊരുവിധ ചർച്ചകളും മറ്റും ഇല്ലാതെ കേന്ദ്രം ഇത് നടപ്പാക്കുന്നു. ഇത് സംസ്ഥാനത്തുള്ള ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇതാണ് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുള്ള ജനങ്ങളെ, അതോ ഇന്ത്യയിലെ ജനങ്ങളെ തന്നെ ഇത് വിഭജിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇത് വിവേചനമായി ഇവരെ കാണുന്നതിനും ഇത് ഇടയാക്കും എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായി കോടതിയുടെ ഇടപെടൽ ഇത് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി അല്ലെങ്കിൽ ഈ വിജ്ഞാപനം റദ്ദാക്കണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണം എന്നുൾപ്പെടെയുള്ള ആവശ്യം സംസ്ഥാനം ഉന്നയിക്കും. നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് സംസ്ഥാനം മുൻകൈയെടുക്കുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ 2020 19 തൊട്ട് വന്നപ്പോൾ ആദ്യമായി സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണം എന്നുള്ളതാണ് ഭരണ നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കിയ പ്രസ്താവനയിലും നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും, വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. വേണോ? ശരി ഗിരീഷ്, തുടരുക. ഇപ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MT രമേശ്, കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്, ലീഗും സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഈ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ സാധ്യതകൾ ആണ് വരുന്നത്. അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, ലീഗിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള റൈറ്റ് ഉണ്ടാവാം. കാരണം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. പക്ഷെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് സമീപിക്കാനാണ്? പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിച്ച ഒരു നിയമത്തിനെതിരായിട്ട് സംസ്ഥാനത്തെ ബാധിക്കാത്ത ഒരു വിഷയത്തിന് എങ്ങനെയാണ് കോടതിയിൽ പോകാൻ സാധിക്കുക? ഇവർ ഏത് ലോകത്ത് ജീവിക്കുന്നവരെ സംസ്ഥാന സർക്കാർ? ആരാണ് ഈ സംസ്ഥാന സർക്കാർ നിയമോപദേശം കൊടുക്കുന്നത്? രാജ്യത്തിലെ പാർലമെന്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു നിയമം കേരളത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് കേരളത്തിന്റെ പൊതുതലത്തിൽ ആണെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഇത് രാജ്യത്തെ പൊതുവെ ബാധിക്കുന്ന നിയമമാണ്, കേരളത്തെ ബാധിക്കുന്ന നിയമമല്ല. അതിനായിട്ട് സുപ്രീം കോടതി അത് പോയിട്ടുണ്ട് കാര്യം. അത് പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. വ്യക്തികൾക്ക് പോവാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകാം, സംഘടനകൾക്ക് പോകാം. CPM എന്ന് പറയുന്ന സംഘടനക്ക് വേണമെങ്കിൽ പോകാം. അല്ലാതെ ഗവൺമെന്റ് എങ്ങനെ പോകാൻ സാധിക്കുന്നത്? അതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് മാത്രമാണ്. അതിൽ വലിയ പ്രാധാന്യമൊന്നും ഞാനും കാണുന്നില്ല. MT രമേശിന് അറിയുന്നത് പോലെ 2020 തന്നെ ആദ്യമായി സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാനമാണ് കേരളം. കോടതി അത് തള്ളിയിട്ടില്ല. കോടതി തള്ളിയില്ല എന്ന് പറഞ്ഞാൽ കോടതിയിലെ വാദങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. വാദങ്ങൾ വരുമ്പോഴല്ലേ കോടതിയിൽ ആ കേസ് നിലനിൽക്കുന്നത് മറ്റു പലരും കൊടുത്തത് കൊണ്ടാണ്, സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടല്ലോ. മാത്രമല്ല അതൊരു തെറ്റായിട്ടുള്ള കീഴ്വഴക്കവും. രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിനെതിരായിട്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് പോവുക? അങ്ങനെ ഏത് നിയമത്തിനെതിരായിട്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പോകാമല്ലോ. അങ്ങനെ ഒരു നടപടിക്രമമുണ്ടോ നമ്മുടെ രാജ്യത്ത്? കേരളത്തിന്റെ പൊതു താല്പര്യത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അവർക്ക് പോകാം. അത് രാജ്യത്തിന്റെ നിലവിലുള്ളതാണ്. അതല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്ന ഓരോ നിയമത്തിനും എല്ലാ സംസ്ഥാന സർക്കാരുകളും കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു നയം കൊണ്ടുവരാൻ സാധിക്കുമോ? അവർ ചെയ്യേണ്ടത് അങ്ങനെയാണ്. കേന്ദ്രത്തിൽ പാർലമെന്റിലാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത്. ആ പാർലമെന്റിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് പാസ്സാക്കി. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും നിയമം പാസ്സാക്കാൻ സാധിക്കുമോ? അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ്. ആ കേസ് സുപ്രീം കോടതി നിലവിലുണ്ട്. ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് 100% ബോധ്യമുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് പാർലമെന്റിൽ പാസ്സാക്കി നിയമമാക്കി രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. രമേശ്, അസമിൽ ഹർത്താൽ, അതുപോലെ തന്നെ രാജ്യത്ത് പലയിടത്തും പ്രതിഷേധം, എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? രാജ്യത്ത് ഇപ്പൊ പുതുതായിട്ടൊരു പ്രതിഷേധത്തിന്റെ കാര്യം എന്താ? ഈ രാജ്യത്ത് പാസ്സാക്കിയ നിയമമാണ്, രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുവിച്ച നിയമമാണ്. അതിന്റെ ചട്ടങ്ങൾ രൂപപ്പെട്ടു വരികയും ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ പുതിയ എന്തെങ്കിലും സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചു, അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പ്രതിഷേധമൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി പ്രതിഷേധിക്കുന്നത് രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തപ്പെടും. അത് നമുക്ക് നോക്കാം. ശരി, MT രമേശ്, നന്ദി പ്രതികരിച്ചത്.